ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ 5 പുതിയ ഇനങ്ങളിൽ ഒന്നായ മലയപ്പുലിയാട്ടം ആസ്വദിക്കാൻ എത്തിയത് നിരവധി പേരാണ്. എന്താണ് മലയപ്പുലിയാട്ടം എന്ന് നോക്കാം. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണികൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഇനമാണ് ഈ ഗോത്രകലകൾ. ഞാൻ നിൽക്കുന്നത് വേദി നമ്പർ 15-ലാണ്. ഗോത്രകലയായിട്ടുള്ള മലയപ്പുലിയാട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് നിന്നുള്ള ഒരു ടീമാണ്. എന്താണ് ഈ മലയപ്പുലിയാട്ടം എന്നുള്ളത് എന്നെപ്പോലുള്ള പലർക്കും അറിയുന്നുണ്ടാവില്ല. അത് ഇടുക്കിയിൽ നിന്നുള്ള ആളുകൾ തന്നെ പറഞ്ഞു തരുമ്പോൾ നമുക്കതിൽ കൂടുതൽ എന്തായാലും വ്യക്തത വരും. ഇടുക്കിയിലെ കുറച്ച് ആളുകളാണ് ഇപ്പോൾ നമ്മോടൊപ്പം കേരള വിഷൻ ടീമിനോടൊപ്പം ഉള്ളത്. ആദ്യം എന്തായാലും അവരെ പരിചയപ്പെടേണ്ടതുണ്ട്. ചേച്ചി പേരെന്താണ്? എൻ്റെ പേര് കനേശ്വരി. പ്രവീലാദേവി. എൻ്റെ പേര് രമണി. ആദ്യം തന്നെ ചോദിക്കണം, എന്താണ് ഈ മലയപ്പുലിയ ആട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലപ്പുലയം സമുദായത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ കളിക്കുന്ന ആട്ടത്തിൻ്റെ പേര് കൂടെ ചേർത്തിട്ട് മലപ്പുലയാട്ടം. അത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിലാണ് ഈ മലയപ്പുലിയ ആട്ടം ഇടുക്കിയിൽ കളിക്കുന്നത്? അതെ, ഞങ്ങളുടെ മധുര മീനാക്ഷി അമ്മൻ്റെ തിരുക്കോയിൽ ഉത്സവത്തിൽ ഞങ്ങളിത് കളിക്കാറുണ്ട്. കല്യാണം, തിരണ്ട് കല്യാണം ഞങ്ങൾ കളിക്കാറുണ്ട്. ഇതിൽ എത്ര പേരാണ് ഈ ഡാൻസിൽ ഒപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര പേര് കളിക്കുന്ന ഒരു ഡാൻസാണ് ഈ മലയപ്പുലിയ ആട്ടം എന്നുള്ളത്? അതിൽ എത്ര പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ എത്ര സ്ത്രീകളുണ്ട്? ഞങ്ങൾ ആരംഭത്തിൽ 25 പേരുണ്ടായിരുന്നു. ഇത് ഈ ഡാൻസ് ടീം മാത്രം. പിന്നെ കുടിയിൽ കളിക്കുവാണെങ്കിൽ കുടി മൊത്തം കളിക്കും. പിന്നെ ഇപ്പോൾ അത് കുറഞ്ഞ് 18 പേരായി. അപ്പോൾ ആദ്യം ഒരു ഗ്രാമം മൊത്തം കളിക്കുന്ന ഒരു ആട്ടമായിരുന്നു ഈ മലയപ്പുലിയ ആട്ടം എന്നുള്ളത്. അത് പിന്നീടാണ് ഈ കുറഞ്ഞ് 12 പേര് 18 പേരിലായി കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള കോസ്റ്റ്യൂം, ആഭരണങ്ങൾ അതൊക്കെ ഉണ്ടല്ലേ? അതുകൊണ്ട് ഈ വേഷം ഞങ്ങളിവിടെ കളിക്കുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വീട്ടിലാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഡ്രസ്സൊക്കെ മാറും. ഇവരാണ് അപ്പോൾ കോഴിക്കോട് നിന്നുള്ള ടീമിനെ കളി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ മലയപ്പുലിയാട്ടം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇടുക്കിയിൽ നിന്നുള്ള ഒരു ടീം തന്നെയായിരുന്നു അല്ലേ? അതെ, ഇടുക്കിയിൽ ഞങ്ങളായിരുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേട്ടനായിരുന്നു ഇത് പഠിപ്പിച്ചത്. ഞങ്ങളിതിൽ ഡ്രസ്സ് മാറാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിയത്. ഈ കുട്ടികൾ സ്റ്റേജിൽ ഈ മലയപ്പുലിയ ആട്ടം കളിച്ചപ്പോൾ നിങ്ങൾക്ക് അത് നന്നായി കളിച്ചു വരുന്ന ആൾക്കാരാണ്, നിങ്ങൾ പരമ്പരാഗതമായി കളിച്ചു വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ കളിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? എന്തിനീ ഇത്രയ്ക്കെങ്കിലും കുട്ടികൾക്ക് പഠിച്ചില്ലേ, അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായി കളിച്ചു എന്ന് തോന്നി. നന്നായി കളിച്ചു. അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഗോത്രകലകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് അല്ലെങ്കിൽ ഈ ഗോത്രകലകളെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയത്? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കല ഇത്രയും ഇത് വന്നത് അത് പറയാൻ പറ്റില്ല. அது காணும்போது ரொம்ப சந்தோஷமாக இருக்குது. நாங்கள் படித்தது மற்ற ஸ்கூலில் படிக்கிறதுங்க சரி. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഇടുക്കിക്കാരുടെ സ്വന്തമാണ് ഈ മലയപ്പുലിയ ആട്ടം എന്നുള്ളത്. അത് മറ്റ് സ്കൂളിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ കുട്ടികളൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? അതെ, അടുത്ത തലമുറ അടുത്ത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കളിക്കുമ്പോൾ നമുക്കും സന്തോഷമുണ്ടല്ലോ. അത് ഇത്തരത്തിൽ തന്നെയാണ് ഈ ഇടുക്കി
രീതിയിലുള്ള ഒരു കല അത് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ കലോത്സവത്തിലൂടെ നാടെങ്ങും അറിയുക, അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഗോത്ര കലകളെക്കുറിച്ച് അറിയുക, അതെല്ലാം തന്നെ ഇടുക്കിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ കൂലിപ്പണിയെല്ലാം ചെയ്ത് തന്നെയാണ് ഇവരടക്കം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ചാൾസിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.